നിങ്ങൾ പറയണ്ട, നിങ്ങൾ നമസ്കാരം. നിങ്ങൾ പറയണ്ട, നിങ്ങൾ നമസ്കാരം. ആർക്കാ സ്വന്തം ആർക്കാ സ്വന്തം അത് നിങ്ങൾക്ക് അവരൊക്കെ ശബ്ദം ഇപ്പം എന്ത് ചെയ്യണം? അല്ല, എന്താ ചെയ്യണ്ടേ? ഇപ്പം അവർക്കല്ലേ ശബ്ദം കിട്ടിയത്. റിപ്പീറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഇപ്പം ചെയ്യണം. എന്താ കാര്യം? എല്ലാം അധ്യാപകരാണ്. ഞാൻ പേടിച്ചതിക്കുന്നു. പുലിമടയിലേക്ക് കൊണ്ടിട്ട് ആട്ടുകുട്ടിയെ പോലെ പേടിച്ചിരിക്കുകയാണ്. ആ ശരി, എന്താ അത് പറയാൻ കാരണം? കുട്ടിയാണ് അതെന്നെ എന്താ കാര്യം? അവസരങ്ങൾ ഒരിക്കൽ മാത്രം അല്ലേ? എല്ലാത്തിനും ആദ്യം ഒന്നാമതെത്തുക. എല്ലാത്തിനും ആദ്യം ഒന്നാമതെത്തുക. അവസരങ്ങൾ ഒരിക്കൽ മാത്രം. 100 മീറ്റർ ഓട്ട മത്സരത്തിൽ രണ്ടാമതെനിക്കൊരു അവസരം കൂടെ തന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിയെത്താമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? SSLC പരീക്ഷയിൽ ഫുൾ A+ നേടാൻ രണ്ടാമതൊരു അവസരം കൂടി തന്നു കഴിഞ്ഞാൽ ചെയ്തോളാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? റാങ്കിന് വേണ്ടി പഠിക്കുന്നത് ഡിസിഷൻ 80% ഫസ്റ്റ് ക്ലാസ് വേണോ പറഞ്ഞാൽ പറയാം. കൈ ഡിസിഷൻ 80% മാർക്കിന് വേണ്ടി 80% ഫസ്റ്റ് ക്ലാസ് 60% മുകളിൽ മാർക്ക് വേണ്ടോ? 60%. സെക്കൻഡ് ക്ലാസ് ജയിക്കണം. ജയിക്കണമെന്ന് മാത്രം ആഗ്രഹമുള്ളൂ. എനിക്ക് ആകെപ്പാട് ഒരാളെ നമ്മളെ പ്രൊട്ടക്റ്റേണ്ടത്. ഞാൻ ചോദിച്ച ആൺകുട്ടികൾ എത്ര ആൺകുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ എന്റെ ഭാഗ്യമായിട്ട് അപ്പൊ ജയിക്കാൻ വേണ്ടി പഠിച്ചാൽ ജയിക്കുമോ? ജയിക്കാൻ വേണ്ടി പഠിച്ചാൽ തോക്കുന്നവരൊക്കെ തോക്കാൻ വേണ്ടി പഠിക്കുന്നുണ്ടോ? അതിലേക്ക് ജയിക്കാൻ വേണ്ടി പഠിച്ചാൽ ജയിക്കും അല്ലേ? കൊച്ചുപിള്ളേരോട് പറയുന്ന കാര്യങ്ങളാണ്. സെക്കൻഡ് ക്ലാസ്സിന് വേണ്ടി പഠിച്ചാൽ ചിലപ്പോൾ സെക്കൻഡ് ക്ലാസ് കിട്ടും, ചിലപ്പോൾ സെക്കൻഡ് ക്ലാസ് കിട്ടും, ഉറപ്പായിട്ട് ജയിക്കും അല്ലേ? ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടി പഠിച്ചാലോ? അപ്പം സെക്കൻഡ് ക്ലാസ്സിന് വേണ്ടി പഠിച്ചാൽ ജയിക്കും എന്നുള്ള ഉറപ്പാ. ഫസ്റ്റ് ക്ലാസ് വേണ്ടി പഠിച്ചാലോ? സെക്കൻഡ് ക്ലാസ് ഉറപ്പാ. ചിലപ്പോ അങ്ങനെയാണെങ്കിൽ ഡിസിഷന് വേണ്ടി പഠിച്ചാലോ? ഫസ്റ്റ് ക്ലാസ് ഉറപ്പാ. ഡിസിഷന് വേണ്ടി പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ. ഡിസിഷന് വേണ്ടി പഠിച്ചാൽ ഫസ്റ്റ് ക്ലാസ് ഉറപ്പാ. ഡിസിഷൻ ചിലപ്പോഴും അല്ലേ? നമ്മുടെ മാക്സിമം എയിം എന്ന് പറഞ്ഞാൽ ഡിസിഷനാണ്. മാക്സിമം എയിമിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നടക്കത്തില്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ റാങ്കിന് വേണ്ടി പഠിച്ചാലോ? ഡിസിഷൻ ഉറപ്പാ. ചിലപ്പോ റാങ്ക് അല്ലേ? ആണോ? റാങ്കിന് വേണ്ടി പഠിച്ചാൽ ഡിസിഷൻ ഉറപ്പാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഉറപ്പാണ്. ചിലപ്പോൾ റാങ്ക് കിട്ടും. എന്തായാലും പഠിക്കുന്നു, എന്തായാലും പഠിക്കുന്നു എന്നാ പിന്നെ റാങ്കിന് വേണ്ടി പഠിക്കുന്നു. എനിക്കറിയാം, എന്നെക്കാളും കൈകാര്യം ചെയ്യാൻ ഉയർന്നവരെ പഠിക്കുന്നവരും എനിക്കറിയാം. എന്തായാലും പഠിക്കുന്നു എന്നാൽ പിന്നെ നമുക്ക് റാങ്കിന് വേണ്ടി പഠിക്കുന്നു. അത് റെഡി. എന്തായാലും പഠിക്കുന്നു, എന്തായാലും പഠിക്കുന്നു, എന്തായാലും പഠിക്കുന്നു. ഇതിന് 6 മാസം കൂടി ഉള്ളൂ അല്ലേ? 6 മാസം കൂടി ഉള്ളൂ. എന്തായാലും പഠിക്കുന്നു. ആ പഠിക്കാനുള്ള സമയം കൊണ്ട് കാര്യമായിട്ട് പഠിച്ച് നല്ല റാങ്ക് നേടി എടുത്താൽ കല്ലൂർ ജംഗ്ഷൻ എങ്ങനെ തൂങ്ങിടുന്നത് തേങ്ങ എഡ്യൂക്കേഷൻ സെന്ററിന്റെ പേരിനകത്ത് ഞാൻ ഈ കൊല്ലത്ത് ക്ലാസ്സിലേക്കാണ് പോകുന്നത്. DLED ആണെങ്കിലും പിന്നെ പള്ളിമുക്കിൽ കോളേജിലേക്കാണ്.
അപ്പൊ അവിടൊക്കെ ഇങ്ങനെ പറയും ഈ സ്കൂൾ കോളേജിനെ പറ്റിയൊക്കെ. അപ്പം അവിടൊക്കെ എന്ത് ചെയ്യും, ഒരു പേരുണ്ട് അല്ലേ, എന്തായാലും പഠിക്കുന്നു എന്നാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, റാങ്കിന് വേണ്ടി പഠിക്കാം. അത് റെഡി? എത്ര പേർ? എന്തായാലും പഠിക്കുന്നു, ചുമ്മാ വെറുതെ എന്തായാലും പഠിക്കുന്നു എന്നാ പിന്നെ നമുക്ക് വെറുതെ ഒന്ന് റാങ്കിന് വേണ്ടി എല്ലാം കഴിച്ചു റാങ്ക് വാങ്ങിച്ചാൽ പിള്ളേരെ റാങ്ക് വാങ്ങിക്കുന്നു. ശരി, കൊച്ചിക്കളെ കഴിക്കുന്നില്ല. നിങ്ങളൊന്നും നിങ്ങളെന്താ പഠിച്ചത്? ഞാനുണ്ടായിരുന്നു. ഇത് കഴിക്കുന്നില്ല. ശരി ശരി. അപ്പൊ നമുക്ക് റാങ്കിന് വേണ്ടി പഠിക്കണം. അത് റെഡി? എനർജി വേറെ വലിയ പ്രതീക്ഷ. എനിക്കൊന്ന് ക്ലാസ്സിനെ പറ്റി ആരെങ്കിലും പറയുമ്പോൾ ഈ പറഞ്ഞുകൊണ്ട് പാൻറ് ഊരി മാറ്റിയിട്ട് തേങ്ങാതിരുന്ന സാധാരണ ചെറിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഉടമയാണ്. കൈ കൊടുത്തിട്ട് തേങ്ങ തിരുമുന്ന സാധാരണക്കാരനായ ഒരു സംരംഭകരാണ്. അപ്പം ഈ പറഞ്ഞിട്ട് വലിയ എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഇങ്ങനെ കളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും പഠിക്കുന്നു. നമ്മളെന്നാ പിന്നെ റാങ്കിന് വേണ്ടി പഠിക്കാം. ക്യാമ്പുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പാടാൻ കഴിവില്ലെങ്കിലും എന്ത് ചെയ്യണം, ആടാൻ കഴിവില്ലെങ്കിലും എന്ത് ചെയ്യണം, എഴുതാൻ കഴിവില്ലെങ്കിലും എന്ത് ചെയ്യണം, വരയ്ക്കാൻ കഴിവില്ലെങ്കിലും എന്ത് ചെയ്യണം, ചാടാൻ കഴിവില്ലെങ്കിലും എന്ത് ചെയ്യണം. ആടാനും പാടാനും വരയ്ക്കാനും എഴുതാനും ഒക്കെ ഉള്ള വേദിയാണ് നമ്മുടെ ക്യാമ്പ് എന്ന് പറയുന്നത്. എനിക്ക് പാടാൻ അറിയില്ല, പക്ഷെ ഞാൻ പാടും. നിങ്ങൾ പാടുപെടും. അപ്പൊ ഞാൻ പാടുമ്പോ നിങ്ങൾ ഏറ്റുപാടാം. പാടുമോ? കൂട്ടുകാരെ പോരൂ, പിടിക്കണല്ലേ? ശരി. അപ്പൊ നമ്മുടെ പിള്ളേർ പോയി ചെറിയ പഠിക്കുന്ന പിള്ളേർക്ക് നമ്മളെക്കാൾ കവളാണ്. വലിയ പാടാ. ഞാൻ ക്ലാസ് എടുക്കാൻ വീട്ടുകാരൊക്കെ പറയാൻ പറ്റും. പക്ഷെ 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പേടി. ഞാൻ പോണോ സാറേ? ഞാൻ പയ്യെ നൈസായിട്ട് വന്നപ്പോൾ വേറെ ഒരു പരിപാടികൾ കാത്തിപ്പള്ളി യൂപി സ്കൂളിൽ തന്നെ 5ാം ക്ലാസ് ക്ലാസ് എടുക്കാൻ പഠിക്കാൻ വേറെ ഗ്രൂപ്പിൽ വേറെ പരിപാടികൾ ഒപ്പിച്ചു അങ്ങ് മാറി. കാരണം പറയുന്നത് അതിന് മാറ്റി വെച്ചിട്ട് അപ്പം കൂട്ടുകാരെ പേരെഴുതാൻ വായിക്കാം ലോകവിവരം നേടാം. പേരെഴുതാൻ വായിക്കാം ലോകവിവരം നേടാം. അക്ഷരങ്ങൾ മൂർച്ചയുള്ളൊരായുധമാകുമ്പോൾ അക്ഷരങ്ങൾ മൂർച്ചയുള്ളൊരായുധമാകുമ്പോൾ പുസ്തകങ്ങൾ നമ്മളുടെ കൂട്ടുകാരായേണം. പേരെഴുതാൻ വായിക്കാം ലോകവിവരം നേടാം. അക്ഷരങ്ങൾ മൂർച്ചയുള്ളൊരായുധമാകുമ്പോൾ പുസ്തകങ്ങൾ നമ്മളുടെ കൂട്ടുകാരായേണം.
പഠിക്കാം പഠിക്കാം. ബാക്കി വായിച്ചിട്ട് നമ്മുടെ എന്നോട് വിളിക്കുന്നു. ആ ശരി ഓക്കെ. 52 പേർ 54 പേർ 54 പേര് ചെയ്യാൻ പറ്റും. 54 പേരുടെ പേരറിയാം. അവരുടെ വീടെടുക്കാൻ മതി. 40 പേരുടെ 30 പേരുടെ 30 പേരുടെ പേരറിയാം. അവരുടെ വീടറിയാം അല്ലേ? അറിയാം. അങ്ങനെയാണെങ്കിൽ അവന്റെ ഡ്രീം എന്താ? ഒരു വീട്ടുകാരനൊക്കെ പറഞ്ഞു എയർ ഹോസ്റ്റസ് ആണോ, പിന്നെന്താ ഇതിന് വന്നത്? അത് വീട്ടുകാർ സിനിമ വരെയാവുന്നത് ഇല്ല. എത്രയാണ് അപ്പൊ ടെലിവിഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള അത് എന്റെ വീട്ടിലങ്ങനെ വന്നെങ്കിൽ ചില പണികളൊക്കെ എന്തൊക്കെയാന്ന് നോക്കി കേട്ടോ. ഓക്കെ ഓക്കെ, അതൊന്നും വിഷമം വിചാരിക്കരുത്. ക്ലാസ്സിൽ ഓക്കെ. 10 പേരുടെ പേരറിയാം, അവരുടെ വീടറിയാം, അവരുടെ വീട്ടിൽ ആയിരിക്കണമെന്നറിയാം, അവന്റെ ഡ്രീം എന്താണെന്നറിയാം, അവന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നറിയാം. അവൻ പാട്ട് പാടുമോ, വീണ വായിക്കോ, അവരെ വായിക്കോ, എത്ര പേർ വേണ്ടി? 10 പേര്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് 5 പേരുടെ 5 പേരുടെ പേരറിയാം, അവരുടെ വീടറിയാം, അവരുടെ വീട്ടിലായിരിക്കണമെന്നറിയാം, അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നറിയാം, അവരുടെ ഡ്രീം അറിയാം. എത്ര പേര്? ചോദിക്കുന്നുണ്ട്. ആ 5 പേരറിയില്ല. കസ്തൂരി ഡ്രീം എന്ന് കസ്തൂരി കസ്തൂരിക്ക് ആക്ടിവിറ്റീസ് അറിയാം. അതൊന്നുമല്ല, വേറെ ഒന്നുണ്ട് പറയും. അഞ്ചു പേരുടെ ശരി, ആ 5 പേരുടെ വീട്ടിലുള്ള ആളുകളുടെ പേരുകൾ വരും. 5 പേര് ധൈര്യമായിട്ട് ഈ 5 പേരുടെ പേര് അറിയാം, അവർ വീട്ടിലായിരിക്കണം അറിയാം. മൂന്ന് പേര് അതിൽ നിന്നു 3 പേര് എല്ലാം അറിയണം. അവർ വീട്ടിലായിരിക്കണം, അവരുടെ പേര് അറിയണം, അവരുടെ ജോലി എന്ന് അറിയണം. ജോലി എന്ന് അറിയണം. 2 പേര് എന്റെ അപ്പുറത്തെ 20 ഇപ്പുറത്തെ 2 പേര് എല്ലാത്തിനും കാര്യം. ശരി ഓക്കെ. നമ്മുടെ ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
എല്ലാവരും അറിയണം.
വേണമെങ്കിൽ. യെസ്. ചായ എടുത്തു കൂട്ടരാണ്ട് 2 3 ശരി. യെസ്. ആരാണോ ആദ്യം എടുക്കുന്നത്? ശരി. വെരി ഗുഡ്. നാദിയ ഡാൻസ് ചെയ്യും, നാദിയ റീൽസ് ചെയ്യും, പാട്ടോ. വെരി ഗുഡ്.
കുക്കിംഗ് ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാട്ട് പാടും, ഡാൻസ് ചെയ്യും, സ്റ്റിച്ച് ചെയ്യും. നിങ്ങൾക്ക് പാടാൻ കഴിയില്ലെങ്കിലും ആടാൻ കഴിയില്ലെങ്കിലും എഴുതാൻ കഴിയില്ലെങ്കിലും വരയ്ക്കാൻ കഴിയില്ലെങ്കിലും യഥാർത്ഥത്തിൽ ആടാനും പാടാനും കഴിവുള്ളവരെ ഉള്ളൂ. പക്ഷെ എനിക്കറിയാം, നിങ്ങൾ എങ്ങനെയാണ് പാട്ട് ഡാൻസ് ഡാൻസ് അറിയാത്ത ആടുമ്പോൾ തന്നെ
ആടുമ്പോൾ തന്നെ ആടാ പാടാ കളിയാടാ ഒരിക്കലും നിങ്ങളുടെ മനസ്സിലുള്ള പേടി നിങ്ങളുടെ മനസ്സിൽ ക്യാമ്പിലേക്ക് വരുമ്പോഴുള്ള ഒരു എന്താണ് ഒരു ആംബിയൻസ് ബെറ്റർ ആംബിയൻസ് ക്രിയേറ്റ് അല്ലേ ചേട്ടൻ കൂടെ ആടാൻ പോയി ചാടാൻ പോയി മനസ്സിലായോ